ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുമരകത്തെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവിടെ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നമൊക്കെ തന്നെ പിണറായി വിജയനുമായി കോട്ടയത്ത് വെച്ച് ചർച്ച ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കുമരകത്ത് ഇവർ തമ്മിലുള്ള യോഗം നടക്കാൻ പോവുകയാണ്. പല കാര്യങ്ങളും, പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ അവിടെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് പ്രൈം ടൈമിൽ ആ പരിപാടി, ആ ചർച്ച ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. തുടങ്ങിയ എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും. കുമരകം ലേക്ക് റിസോർട്ടിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. ലേക്ക് റിസോർട്ടിന്റെ മുന്നിൽ നിന്ന് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുകയാണ്. കോട്ടയത്തല്ല, ലേക്ക് റിസോർട്ടിന്റെ മുന്നിലാണ് കുമരകം. പറയൂ ടോബി. എസ് കെ എൻ, എന്തായാലും രണ്ട് മുഖ്യമന്ത്രിമാരും ഇപ്പോൾ ഈ കുമരകം ലേക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു നിർണായക കൂടിക്കാഴ്ച തന്നെയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാവുന്നതുപോലെ തന്തൈ പെരിയാറിൻ്റെ ആ സ്മാരക ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇരു നേതാക്കളും കോട്ടയത്തേക്ക് എത്തിയിരിക്കുന്നത്. നാളെയാണ് ആ ചടങ്ങ് നടക്കുന്നത്. വൈക്കത്ത് വെച്ച് നാളെ രാവിലെ 10 മണിയോടുകൂടി ഈ സ്മാരകത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും നവീകരിച്ച ആ സ്മാരകത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ കുമരകം, ഞാൻ നിൽക്കുന്ന ഈ കുമരകം ലേക്ക് റിസോർട്ടിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ കൂടിക്കാഴ്ച ഒരു നിർണായക ഒരു ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയം സജീവ ചർച്ചയായി നിൽക്കുന്നു. ആ വിഷയം ചർച്ച ചെയ്യുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ സ്റ്റാലിൻ പറഞ്ഞു. അത് ആ ഒരു ചർച്ച ഇന്ന് നടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവരുണ്ട്, ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രിയിലോ അല്ലെങ്കിൽ നാളെ പകലോ ഈ ചർച്ച നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ ഒരു സാഹചര്യം, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ തമിഴ്നാട് സംഘത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ രണ്ട് സർക്കാരുകളും എങ്ങനെ ഈ ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകും, അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തായാലും ഔദ്യോഗികമായിട്ടൊരു ചർച്ചയെന്ന് നമുക്കിതിനെ പറയാൻ സാധിക്കത്തില്ല. ഈ രണ്ട് നേതാക്കളും ഒരുപക്ഷെ സംസാരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ആദ്യം സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെ ആയിരിക്കാം ആ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച, ചർച്ച ഉണ്ടാവുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം ആ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നാളെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആ ചർച്ചയ്ക്ക് അതിലേക്ക് വരുമോ, ഈ ഒരു പരിപാടിക്കിടയിൽ ചർച്ചയാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഒരുപക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാനാണോ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു നിർണായക കൂടിക്കാഴ്ച കേരളത്തെയും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എസ് കെ ടോബി ജോൺസണാണ് കുമരകം ലേക്ക് റിസോർട്ടിന് മുന്നിൽ നമുക്കൊപ്പം ചേർന്ന്. അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കും. ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ പകലോ നടക്കും. ഇവർ തമ്മിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യും എന്നാണ്. എത്രയോ പതിറ്റാണ്ടുകളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയ സംഘർഷത്തിന് കാരണമാകുന്ന മുല്ലപ്പെരിയാർ പ്രശ്നം, ആ ചർച്ചയ്ക്ക് ഈ കുമരകത്ത് തുടക്കമാകുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് യൂട്യൂബ് സന്ദേശം പറയാം. സൗമ്യ ഷിബു പറയുന്നു, എസ് കെ എൻ്റെ മുഖത്തുനിന്നൊരു സന്തോഷം, എന്നും ഇങ്ങനെ തന്നെ ആകട്ടെ, എങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നില്ല, എല്ലാ ദിവസവും നമുക്ക് സന്തോഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. അതുപോലെ ആശ, സിംഗപ്പൂരിലെ ആശ ഉണർന്നിരിക്കുകയാണ്. കണ്ടിട്ട് കിടന്നുറങ്ങാമെന്ന് വെച്ചു. എങ്കിൽ പിന്നെ ഉറങ്ങിക്കോളൂ, കാര്യം അവിടെ 2.5 മണിക്കൂർ എഹഡല്ലേ, ഇനിയിപ്പം കാത്തിരിക്കേണ്ട. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും ബസ് ഇടിച്ച് മരണമുണ്ടായി. KSRTC ബസ് ഇടിച്ച് ഭിന്നശേഷിക്കാരി മരിച്ചു. കേരളയിൽ ഓഫീസിലെ ജീവനക്കാരി പൂവാർ സ്വദേശിനി നിഷ വി ആണ് മരിച്ചത്. സലീം മാലിക് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് സലീം, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ചും വാഹനാപകടങ്ങളെക്കുറിച്ചും ഒക്കെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു എന്നോട്. ഞാൻ അദ്ദേഹത്തിനൊരു സന്ദേശം അയച്ചു കൊടുത്തിരുന്നു. നമുക്ക് സീറോ ആക്സിഡൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം നടപ്പിലാക്കണം. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി തലത്തിലൊക്കെ ചർച്ച ചെയ്യാം എന്നൊക്കെ. ഇപ്പോൾ അത് പറഞ്ഞ് നാവെടുക്കുന്ന മുമ്പ് അടുത്ത മരണം ഉണ്ടായി.
എസ്കേൻ, വളരെ സങ്കടകരമായ വാർത്തയാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ബസ് ഇടിച്ച് മരണപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് ഈ നിഷ വി എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ദിവസങ്ങൾക്ക് മുൻപാണ് കിഴക്കേക്കോട്ടയിൽ വെച്ച് ദാരുണമായ ഒരു അപകടമുണ്ടായത്. രണ്ട് സ്വകാര്യ ബസിന്റെയും ഒപ്പം KSRTC ബസിന്റെയും നടുവിൽപ്പെട്ട ഒരു 52-കാരൻ മരിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിഷ വി എന്ന കേരയിൽ ഓഫീസ് ജീവനക്കാരി ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അത് ഇന്ന് രാവിലെ 10:30 കൂടിയായിരുന്നു അപകടം. ഭിന്നശേഷിക്കാരിയായ നിഷ വി രാവിലെ ഓഫീസിലേക്ക് പോകാനായി വരികയായിരുന്നു. അതിനിടയിൽ റോഡ് മുറിച്ച് കടക്കും വഴിയായിരുന്നു ഈ അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. KSRTC ബസ് വലിയ വേഗത്തിലായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ സ്ഥലത്ത് ഈ ഭിന്നശേഷിക്കാരി ആയതുകൊണ്ട് തന്നെ വളരെ പതിയെയായിരുന്നു ഇവർ നടന്നിരുന്നത്. അതിനിടയിൽ ഈ ബസ് വന്ന് തട്ടിയിടുകയായിരുന്നു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ ബസ് തട്ടിയിട്ടതിന് ശേഷം അപ്പോൾ തന്നെ അവിടെ നിന്നും പോലീസ് ഉൾപ്പെടെ എത്തുകയും ആംബുലൻസ് ഉൾപ്പെടെ എത്തുകയും ചെയ്ത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഈ അപകടശേഷവും ഇവർ സംസാരിക്കുക ഉൾപ്പെടെ ചെയ്തു എന്നും പോലീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെ 3:30 ഇവർക്ക് ശ്വാസതടസ്സമുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തന്നെ മരിക്കുകയായിരുന്നു. ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ ബസ് അപകടങ്ങൾ വർദ്ധിക്കുന്ന, ബസിന്റെ അമിത വേഗവും ഒപ്പം അശ്രദ്ധമായ ഡ്രൈവിംഗും ഒക്കെ പലതവണ വിമർശന വിധേയമായതാണ്. അതിന് തൊട്ടു പിന്നാലെ കിഴക്കേക്കോട്ടയിലെ അപകടം വലിയ വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തു. അതിനുശേഷം ഗതാഗത വകുപ്പിന്റെ പരിശോധനയും ബസ്സുകളെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിശോധനയ്ക്ക് തൊട്ടുപിറകെ ആ അപകടത്തിന് പിന്നാലെ ആ ദിവസത്തിന് ശേഷം നിലച്ചു. ഇപ്പോൾ വീണ്ടും അപകടവും ഉണ്ടായിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഷാഫി കൊമ്മേർ ചോദിക്കുന്നു, ഈ സ്തുതി പാടുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? എങ്കിൽ ഞാനും കൂടി കൂടെ ഉണ്ടല്ലോ. 101 രൂപയും ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. ചേരുന്നുണ്ടോ നമ്മുടെ കൂടെ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൊമ്മേരിക്ക് അറിയേണ്ടത് അല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടി കൂടി സുപ്രീം കോടതിയെ സമീപിച്ചു. ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ കൃത്രിമത്വം നടന്നതായി സംശയിക്കുന്നുവെന്നാണ് നടിയുടെ പരാതി. അന്വേഷണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. ഒരു പുതിയ നീക്കം. ഹർജികൾക്കെതിരെ വനിതാ കമ്മീഷൻ വീണ്ടും സത്യവാങ്മൂലം നൽകി. അച്യുതൻ ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? SKN, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താനുള്ള ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും ഒരു നടി കൂടി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നടി ഹർജിയിൽ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ ഒരു കൃത്രിമത്വം നടന്നതായി സംശയിക്കുന്നു എന്ന് നടി ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ SIT തന്നെ ഇതുവരെയും സമീപിച്ചിട്ടില്ല എന്നും നടി വ്യക്തമാക്കുന്നു. മറ്റൊരു കാര്യം എന്നുള്ളത്, താൻ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയത് സ്വകാര്യത മാനിക്കപ്പെടും എന്ന അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ അത് ലംഘിക്കുന്ന തരത്തിലാകും എന്നതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇതിനു മുൻപും മറ്റൊരു നടിയും ഇതിനുമായിട്ടുള്ള വിനിമയ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും ശങ്കരൻ ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നു. ഡോക്ടർ ചിന്താ ജെറോമിൻ്റെ പേരിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. ആ വീഡിയോ വ്യാജമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം. എന്തായാലും ആ വീഡിയോ വ്യാജമാണ്, നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ആരെയൊക്കെ ബന്ധപ്പെടണമെന്ന് അന്വേഷണ സംഘത്തിൽ തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ടിന്മേൽ എടുത്ത കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ പരിഗണിക്കവെയാണ് അന്വേഷണ പുരോഗതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. റിപ്പോർട്ടിന്മേൽ എടുത്ത 32 കേസുകളിൽ നിലവിൽ അന്വേഷണം നടന്നുവരികയാണ്. 4 കേസുകൾ പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ തെളിവുകളില്ലാത്തതിനാൽ അവസാനിപ്പിച്ചു. 4 കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് അന്വേഷണ സംഘം DGPയുടെ അനുമതി തേടിയിട്ടുണ്ട്. ഭീഷണി നേരിടുന്ന അതിജീവിതകളുടെ സംരക്ഷണത്തിന് നോഡൽ ഓഫീസറായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ AIG G പൂങ്കുഴലിയെ നിയമിച്ച കാര്യവും സർക്കാർ അറിയിച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ പലരെയും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടില്ലെന്ന് WCC അറിയിച്ചു. എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണെന്ന് കോടതിയും വ്യക്തമാക്കി. അതേസമയം ഹർജികൾ പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ അന്തസ്സും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ സഹജമായ ശേഷി കോടതിക്ക് തന്നെ ഉണ്ടെന്നും പുറത്തു നിന്നുള്ള ഇടപെടൽ ആവശ്യമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്
കോടതിയുടെ അന്തസ്സും വിശ്വാസ്യതയും സംരക്ഷിക്കാൻ കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ അപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇക്കാര്യം ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. താങ്ക് യു ശ്രീകാന്ത്. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്നില്ല. പൊതുസമ്മേളനം ഇല്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പരിപാടി റദ്ദാക്കിയത്. കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങളിൽ കൊല്ലം ജില്ലാ നേതൃത്വത്തെ പ്രതികൾ ഇന്ന് കാര്യമായി കുടഞ്ഞു. ആർ ശ്രീജിത്ത് മയ്യനാട് നിന്നും തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വരുമെന്നൊരു പ്രതീക്ഷ കൊല്ലത്തെ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നോ? നമസ്കാരം. നാളെ ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മയ്യനാട് എത്തുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടി. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ജില്ലാ നേതൃത്വം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് സാധാരണ CPMന്റെ സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോഴുള്ള പോലെ പൊതുസമ്മേളനമില്ല. പാർട്ടി കോൺഗ്രസിന് ആതിഥ്യം അരുളുന്നത് കൊല്ലമായതുകൊണ്ട് 2 പ്രകടനങ്ങൾ വേണ്ട. അപ്പോൾ പാർട്ടി കോൺഗ്രസിന് വിപുലമായൊരു പ്രകടനം പൊതുസമ്മേളനവും നടക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകളെ അതിനുവേണ്ടി കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിച്ച് പൊതുസമ്മേളനം ഒഴിവാക്കി ായിരുന്നു. പൊതുസമ്മേളനങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പരമാവധി ജില്ലാ സമ്മേളനങ്ങളിലും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആണ് മുഖ്യമന്ത്രി നാളത്തെ സന്ദർശനം ഒഴിവാക്കിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും മുഖ്യമന്ത്രിയുടെ വരവിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നില്ല എന്നാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി കുമരകത്താണ് ഉള്ളത്. നാളെ ഉച്ചയ്ക്ക് കുമരകത്ത് നിന്ന് തിരിച്ച് അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്ക് തന്നെ പോകുമെന്നാണ് ഇപ്പോൾ പുതുക്കിയ യാത്രാ ഷെഡ്യൂൾ പ്രകാരം ഉള്ള വിവരം. ഇന്ന് CPMന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ച വൈകുന്നേരത്തോടെ അവസാനിച്ചു. ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി S സുദേവൻ ചർച്ചയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുകയും ചെയ്തു. ചർച്ചയിൽ ഇന്ന് കരുനാഗപ്പള്ളി വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. കരുനാഗപ്പള്ളി വിഷയത്തിൽ കരുനാഗപ്പള്ളിയിലെ നേതാക്കന്മാരുടെ ചുമലിൽ മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ജില്ലാ നേതൃത്വത്തിന് കൈകഴുകാൻ കഴിയില്ല. റിപ്പോർട്ടിൽ എത്ര പേജ് എഴുതി വെച്ചാലും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജില്ലാ നേതൃത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ വരെ പൂട്ടിയിടുന്ന സ്ഥിതി ഉണ്ടായി. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ഇവർക്കെതിരെ ഒന്നും നടപടിയില്ല. അപ്പോൾ നടപടിയില്ലാതിരിക്കണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പിന്തുണ ഇവർക്കുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് എന്നാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള ഒരു മുൻ DYF നേതാവ് വിമർശിച്ചത്. കല്ലട ഈസ്റ്റ് അടക്കമുള്ള ഏരിയ കമ്മിറ്റികളുടെയും പ്രകൃതികളും കരുനാഗപ്പള്ളി വിഷയം സജീവമായി ഉന്നയിച്ചു. നാളെയാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്. ജില്ലാ സെക്രട്ടറിയെയും നാളെ തെരഞ്ഞെടുക്കുകയാണ്. മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണം കവർന്ന കേസിൽ 3 പേർ പിടിയിലായി. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവരും ആണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതിയാണ് പൊന്നാനി സ്വദേശി രാജീവിൻ്റെ വീട്ടിൽ ഇത്തരമൊരു മോഷണം നടന്നത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ടെലിഫോണിലുണ്ട്. സമീർ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ വാർത്തയുടെ. പൊന്നാനി സ്വദേശിയുടെ വീട്ടിൽ നിന്നും 300 പവൻ കവർച്ച ചെയ്യപ്പെട്ട കേസിലാണ് ഇപ്പോൾ 3 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൊന്നാനിയിൽ താമസിച്ചു വരുന്ന വാടാനപ്പള്ളി സ്വദേശി ഓട്ടോ സുഹൈൽ എന്ന് പറയുന്ന സുഹൈല്, പൊന്നാനി സ്വദേശി നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നീ 3 പേരെയാണ് നിലവിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു 2 പേരെ കൂടി ഇനി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പ്രതികൾ കവർച്ച ചെയ്യപ്പെട്ട ഈ സ്വർണവും പോലീസ് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 13-നാണ് പൊന്നാനിയിൽ താമസിക്കുന്ന ഈ മണൽത്തറയിൽ രാജീവ് എന്നയാളുടെ വീട് കുത്തി തുറന്നുകൊണ്ട് ഈ 300 പവൻ സ്വർണം കവർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ദുബായിലായിരുന്നു ഈ രാജീവും കുടുംബവും ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ പ്രതികൾ CCTVയുടെ DVR അടക്കം അടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ഒരു തെളിവ് ലഭിക്കാത്തൊരു അവസ്ഥയാണ് ഇത്രയധികം ഈ മാസങ്ങളോ 8 മാസത്തോളം പ്രതികളെ പിടികൂടാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ പ്രതികളെ കുറിച്ച് പോലീസിന് കൃത്യമായ സൂചന ലഭിച്ചിരുന്നു. പക്ഷേ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല. പിന്നീട് 8 മാസത്തോളം നിരീക്ഷിച്ച ശേഷമാണ് പ്രതികളെ ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. പ്രേക്ഷകരെ ഞാനൊരു സ്ഥലത്തേക്ക് ക്ഷണിക്കണമെന്ന് വിചാരിക്കുക. കൊച്ചിയിലെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ഈ ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടൊരു വലിയൊരു മെഗാ ഇവൻ്റാണ്. MG ശ്രീകുമാറും മധു ബാലകൃഷ്ണൻ തുടങ്ങിയ നല്ല ഗായകരുടെ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കുക. ഒരു മ്യൂസിക്കൽ നൈറ്റാണ്. വൈകുന്നേരം 5:30 മണിക്കാണ് സാറ്റർഡേ. പ്രവേശനം സൗജന്യമായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും അങ്ങോട്ട് സ്വാഗതം. ഈ ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് കാണാൻ കുടുംബമായി നിങ്ങൾ എത്തിക്കൊള്ളുക. ഇനിയൊരു നമ്മൾ നേരത്തെ പറഞ്ഞ അപകടത്തിൻ്റെ വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തെ വാമനപുരം നദിയിൽ 5-ാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചു. നഗരൂർ സ്വദേശി ശിവനന്ദനാണ് മരിച്ചത്. ആറ്റിലിറങ്ങിയപ്പോൾ ചെളിയിൽ പൊതഞ്ഞാണ് അപകടം ഉണ്ടായത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. ചെളിയിൽ പൊതഞ്ഞ് അപകടം സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ വയ്യ. പറയൂ.
SKN മറ്റൊരു അപകട വാർത്ത കൂടി, മറ്റൊരു സങ്കട വാർത്ത കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5:30 ഈ അപകടമുണ്ടായത്. വാമനപുരം നദിയിൽ ഇടയാവണത്ത് വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ പ്രദേശത്ത് നഗരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഈ മരിച്ച ശിവനന്ദൻ എന്ന കുട്ടി. നഗരൂർ നഗരൂർ സ്വദേശിയാണ്. ആറ്റിങ്ങലിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരം 5:30 ഈ വാമനപുരം നദി കാണാനായി കൂട്ടുകാരനൊപ്പം പോവുകയായിരുന്നു ശിവനന്ദൻ. അതിനുശേഷം അവിടെ എത്തിയപ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് നദിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇറങ്ങി നോക്കുന്നതിനിടയിലാണ് ചെളിയിൽ പുതഞ്ഞു പോയത്. ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരൻ അപ്പോൾ തന്നെ പിടിച്ച് കരയ്ക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതിനുശേഷം രക്ഷയില്ല എന്ന് കണ്ടതോടുകൂടി മുതിർന്ന ആളുകളെ വിവരമറിയിച്ചു. പക്ഷേ അവരെത്തിയപ്പോഴേക്കും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയിരുന്നു. പിന്നാലെ ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് ശിവനന്ദനെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ശിവനന്ദൻ മരിച്ചിരുന്നു. SKN. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് ഇവർ നൽകിയ സങ്കടകരമായ വാർത്ത. അങ്ങനെ സംഭവിച്ചു. നിയമനത്തിൽ തമ്മിൽ തല്ല്. കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദം ആഭ്യന്തര കലകമായി മാറിയതോടെ പ്രശ്നപരിഹാരത്തിന് KPCC ഇടപെടുന്നു. 3-അംഗ സമിതിയെ KPCC നിയോഗിച്ചിട്ടുണ്ട്. പ്രാദേശിക പ്രശ്നമെന്നും രമ്യമായി പരിഹരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞു. സമവായ നീക്കങ്ങൾക്കിടെയും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഇന്ന് തെരുവിൽ ഏറ്റുമുട്ടി. MK രാഘവൻ MP ചെയർമാനായ മാടായി കോളേജ് ഭരണസമിതി കോഴ വാങ്ങി 2 CPM പ്രവർത്തകർക്ക് ജോലി നൽകിയെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആരോപണം. MK രാഘവനെതിരെ പ്രവർത്തകർ തെരുവിലിറങ്ങിയതോടെ വിവാദം കൈവിട്ടു. MK രാഘവൻ സംഘടനാ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നാണ് കണ്ണൂർ DCCയുടെ നിലപാട്. ഇതിനെതിരെ രാഘവൻ തുറന്നടിച്ചതോടെ നേതാക്കൾക്കിടയിലും തർക്കം. ഇന്ന് കണ്ണൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമത നേതാക്കളെ കണ്ടു. പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. അല്ല, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. എന്നോട് MK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. പ്രശ്നപരിഹാരത്തിന് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയിൽ അഡ്വക്കേറ്റ് K ജയന്ത്, അബ്ദുൾ മുത്തലിബ് എന്നിവരാണ് അംഗങ്ങൾ. എന്നാൽ സമവായ നീക്കങ്ങൾക്കിടയിലും പ്രതിഷേധത്തിന് കുറവില്ല. മാടായി കോളേജ് ഭരണസമിതി അംഗവും പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ K ജയരാജനെ വിമത വിഭാഗം ഇന്ന് കയ്യേറ്റം ചെയ്തു. കണ്ണൂർ പഴയങ്ങാടിയിലും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തെരുവ് യുദ്ധം. MK രാഘവൻ അനുകൂലികളും വിമത വിഭാഗവും ഏറ്റുമുട്ടി. MK രാഘവനെ അനുകൂലിച്ച് പ്രകടനം നടത്താനെത്തിയവരെ മറുവിഭാഗം തടഞ്ഞതോടെയാണ് കയ്യാങ്കളിയിലേക്ക് വഴിമാറിയത്. സജോ ദേവസ്യ, 24 കണ്ണൂർ. സമസ്തയ്ക്കുള്ളിലെ തർക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന മുഷാവറ യോഗത്തിൽ വാക്കേറ്റം ഉണ്ടായി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് വാക്കേറ്റം ഉണ്ടായത്. തുടർന്ന് മുഷാവറ പിരിഞ്ഞു. തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ ചേരുമെന്ന് അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. ഖാസി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധിക്ഷേപിച്ചു എന്ന ആരോപണത്തിൽ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ലീഗ് അനുകൂലികളുടെ പ്രധാന ആവശ്യം. വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഉമർ ഫൈസി പങ്കെടുക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്നും ബഹാവുദ്ദീൻ നദ്വി ആവശ്യപ്പെട്ടു. എന്നാൽ അത് നടക്കില്ലെന്നും വിഷയത്തിൽ തനിക്കും പറയാനുണ്ടെന്നും ഉമർ ഫൈസി പറഞ്ഞു. ഇത് വാക്കേറ്റത്തിന് വഴിവെച്ചു. ഒടുവിൽ തുടർന്നുള്ള ചർച്ചകൾ അവസാനിപ്പിച്ച് മുഷാവറ പിരിഞ്ഞു. തർക്ക വിഷയങ്ങൾ 2 ആഴ്ചക്കകം ചേരുന്ന മുഷാവറ ചർച്ച ചെയ്യും. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പം അതന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ പല പരാതികളും വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് അറിയാലോ പല പരാതിയും വന്നിട്ടുണ്ട്. എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അടുത്ത് അതിനെ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറയിൽ ചർച്ച ചെയ്യും. CIC പ്രശ്നം അത് പിന്നെ മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം. ഹക്കീം ഫൈസി നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് യാതൊരു ബന്ധവുമില്ല. യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത തള്ളി സമസ്ത വാർത്താക്കുറിപ്പിറക്കി. ചില ചാനലുകൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും വഞ്ചിതരാകരുതെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. ദിന മുഹമ്മദിന്റെ സംശയം ശനിയാഴ്ച കൊച്ചിയിലെ ദർബാർ ഹാളിൽ നടക്കുന്ന
ഫ്ലവേഴ്സ് മ്യൂസിക്കൽ ലൈറ്റിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്? മ്യൂസിക്കൽ ലൈറ്റിന് അത് പ്രവേശനം സൗജന്യമാണ്, നേരെ അങ്ങ് ചെന്നാൽ മതി. നിങ്ങൾക്ക് ഈ പരിപാടി ആസ്വദിക്കാം. വൈകുന്നേരം 5:30 ഈ ശനിയാഴ്ച ഈ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ ലൈറ്റ് ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നാളെ മാത്രമേ ഉണ്ടാകൂ. മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയാകാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ കുമരകത്തു നിന്നും അറിയിക്കുന്നു. രണ്ടുപേരുടെയും പ്രഭാത ഭക്ഷണം ഒരുമിച്ചായിരിക്കുമെന്ന് കൂടി സൂചനയുണ്ട്. ട്രഷറി നിയന്ത്രണത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇളവ്. മാറ്റിയെടുക്കാവുന്ന ബില്ലുകളുടെ പരിധി 5 ലക്ഷം രൂപയിൽ നിന്ന് 25 ലക്ഷം രൂപയായി ഉയർത്തി. ധനകാര്യ സെക്രട്ടറി ട്രഷറി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. സലീം മാലിക് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, വിവരങ്ങൾ പറയും. എസ്കാൻ, സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി മെല്ലെ മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഒരു ഇളവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക ബാധ്യതയിൽ പെട്ടതിനെ തുടർന്ന് ഈ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. 5 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ മാറ്റിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ബില്ലുകൾ മാറ്റിയെടുക്കണമെങ്കിൽ അതിന് സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ നടക്കൂ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ സർക്കാർ വലിയ ഈ സാമ്പത്തിക ചെലവ് ചുരുക്കൽ നടപടികൾ ആരംഭിച്ചു. വലിയ വലിയ പദ്ധതികൾ പകുതി തുക എന്ന നിലയിലൊക്കെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ ധനസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നത്. അതിന് പിന്നാലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന നിലയിലാണ് ട്രഷറി നിയന്ത്രണം തന്നെ അതിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. 5 ലക്ഷം എന്നുള്ളതിന്റെ പരിധി മാറ്റി 25 ലക്ഷം വരെ അനുവദിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. എത്രയും വേഗത്തിൽ, അതായത് ധനസ്ഥിതി മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ ഈ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. അതിന് പിന്നാലെയാണ് അത്യാവശ്യം മെച്ചപ്പെട്ടൊരു ധനസ്ഥിതിയിലേക്ക് സർക്കാർ പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് ഇപ്പോൾ ആ നിയന്ത്രണം മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, 25 ലക്ഷത്തിലധികം വരുന്ന ബില്ലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാരിന്റെ അനുമതിയോടുകൂടി അടിയന്തര പ്രാധാന്യമാണെങ്കിൽ മാത്രം മാറ്റിയെടുക്കാം എന്നുള്ളത് കൂടിയാണ് പുതിയ ഉത്തരവ്. SKN. ഓക്കെ, താങ്ക് യു. വിജയിച്ചതിന് പിന്നാലെ കൂവിയതിന് ദേശമംഗലത്ത് പട്ടാമ്പിക്കടുത്തിൽ കൂട്ടത്തല്ല്. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവ മത്സരത്തിന് പിന്നാലെയാണ് കൂട്ടത്തല്ല് അരങ്ങേറിയത്. ഫുട്ബോൾ മാച്ച് നടന്ന ദേശമംഗലം ഗ്രൂപ്പ് ക്ലബ്ബും ആറ്റുപുറം ബ്ലൂ ഡയമണ്ട് ക്ലബ്ബും തമ്മിലാണ് അടിയോടടി. എല്ലാം അങ്ങനെയുള്ള സംഘർഷത്തിൻ്റെ വാർത്തകളാണ് വരുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നിട്ടും റോഡടച്ചുള്ള സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും തുടരുകയാണ്. വഴിയടച്ച വെല്ലുവിളിയോ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം സമ്മേളനങ്ങളും അതുപോലെ മതിലുകൾ കെട്ടുക, പന്തൽ കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോടതി ഇന്ന് രൂക്ഷമായ വിമർശനം ഉയർത്തി. സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും എന്നിട്ടും തുടരുന്നുവെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPI സർവീസ് സംഘടനയും കൊച്ചിയിൽ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസുമാണ് ഗതാഗതം തടസ്സപ്പെടുത്തി ഇന്ന് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂർ റോഡടച്ച് സമ്മേളനം നടത്തിയതിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. അവകാശപ്പെടാൻ വേണ്ടി നിലയിൽ ജോയിന്റ് കൗൺസിൽ നടത്തിയ ചരിത്രമാണ് പിന്നിട്ട നാളുകളിലുള്ളത്. തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പത്താണ് CPI അനുകൂല സർവീസ് സംഘടനകളുടെ ഈ പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴി തടഞ്ഞ സ്റ്റേജ് നിർമ്മിച്ച രാപ്പകൽ സമരം. വലിയ ഗതാഗതക്കുരുക്കിനാണ് ഇത് വഴിവെച്ചത്. ആ നയം കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഉറച്ച ശബ്ദമാണ്. 1 ലക്ഷം വരുന്ന തൊഴിലാളികളെ അണിനിർത്തിക്കൊണ്ട് ഈ ഇത്തരം നയങ്ങൾക്കെതിരായി. എന്നാൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നാണ് സംഘടനാ നേതാക്കളുടെ വാദം. നമ്മളൊരിക്കലും ഒട്ടും നിയമം ലംഘിച്ചിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഈ ഫുട്പാത്തിനകത്ത് കുറച്ച് കസേര ഉണ്ടെന്നുള്ളത് ശരിയാണ്. സ്റ്റേജ് റോഡിലേക്കല്ല, റോഡിൻ്റെ ഗതാഗതം തടസ്സം ഇല്ലാതെയാണ് സ്റ്റേജ് നിൽക്കുന്നത്. സ്റ്റേജ് ആയിട്ടില്ല, ടെമ്പററി ആണ്, എപ്പോഴും മാറ്റുന്നില്ല. അങ്ങനെ അല്ലാതൊരു തടസ്സപ്പെടുത്തിയല്ലായിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ വഴി തടസ്സപ്പെടുത്തിയതിന് കണ്ടാൽ തിരിച്ചറിയുന്ന 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തലസ്ഥാന നഗരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിൽ കൊച്ചിയിൽ പോലീസിന്റെ കൺമുന്നിലാണ് ഈ നിയമലംഘനം. നടപ്പാത കയ്യേറി സ്റ്റേജും കസേരയും ഇട്ട് കോൺഗ്രസ് പ്രതിഷേധം. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് തൊട്ടു മുന്നിൽ. അതേസമയം തിരുവനന്തപുരം വഞ്ചൂരിൽ റോഡടച്ച് CPIM സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ 31 പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചു. റോഡിൽ വേദിയൊരുക്കിയതിൽ തെറ്റുപറ്റിയെന്ന് ജില്ലാ സെക്രട്ടറി. വഞ്ചൂർ മെയിൻ റോഡിലല്ല ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്.
ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബിട്ട് ഒരു ചെറിയ ഏതാണ്ട് ഒരു 15-20 മീറ്റർ നീളത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഒരു റോഡ് നിർമ്മിച്ചിരുന്നു. വഞ്ചൂർ ഏരിയ കമ്മിറ്റി ആ പൊതുസമ്മേളനം നടത്തേണ്ട സ്റ്റേജ് ആ നിലയിൽ കെട്ടേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തു. സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ എതിരല്ല. പക്ഷേ ഹൈക്കോടതി പറഞ്ഞ പോലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടുള്ള ഇത്തരം സമരങ്ങളും പ്രതിഷേധ പരിപാടികളും വേണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആലോചിക്കണം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം AV ജയശങ്കർ, 24, തിരുവനന്തപുരം. ചന്ദ്രൻ ചിറയിലെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് ഇന്ന് കൂട്ടത്തലിൻ്റെ സ്പെഷ്യൽ ഡേ ആണോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് സംശയം തോന്നും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ ആ പ്രൊമോഷണൽ ട്രെയിലർ ഒന്ന് കാണിച്ചു തരാം. ഈ ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ്, ഇതിൻ്റെ പ്രവേശനം സൗജന്യമായിരിക്കും. എല്ലാവരെയും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. പ്രവേശനം സൗജന്യമായിരിക്കും. എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഈ ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിക്ക് ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് ആസ്വദിക്കാൻ ക്ഷണിക്കുന്നു. ചാലക്കുടി മേലൂരിൽ സ്വയം പ്രസവം എടുത്തതിനെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ഒഡീഷ സ്വദേശി ഗുല്ലി ശാന്തി ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. വീട്ടിൽ വെച്ച് പ്രസവം നടത്തുകയും പൊക്കിൾക്കൊടി അറുത്തു മാറ്റിയതിന് പിന്നാലെ കുട്ടി മരിക്കുകയുമായിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ പ്രഗ്നൻ്റായി അവർ ഹെൽത്തുകാർ അറിഞ്ഞത് തന്നെ വളരെ വൈകിട്ടാണ് ഹെൽത്തുകാർ അറിഞ്ഞതും. അവർ ഹെൽത്തുകാർ ചെന്ന് പറയുകയും അവർ ഹോസ്പിറ്റലിൽ പോകാൻ അവർ മടി കാണിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തുതന്നെയായാലും കൊച്ച് പ്രസവത്തിൽ ഇന്ന് പ്രസവിക്കുകയും കൊച്ച് കൈയോടെ മരിക്കുകയാണ് ഉണ്ടായത്. उसके बाद वो 4:30 बजे डिलीवरी हुआ था. उस टाइम मुझे फ़ोन किया था, वो मेरा दोस्त फ़ोन किया था. उस टाइम में आया था, घर में आया था, रूम में आया था. उस टाइम में वो डिलीवरी हो गया था. उसके बाद मैं आने के बाद वो बीबी पूछा वो जिंदा नहीं है, बच्चा ऐसा वाला है. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, അമിതമായ രക്തസ്രാവം മൂലമാണ് ഈ മരണം സംഭവിച്ചെന്ന് പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ചാലക്കുടി മേലൂരിലാണ് ഈ ഒഡീഷ സ്വദേശികളായ ഗുല്ലിയും ശാന്തിയും താമസിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ ശാന്തി ഈ ഗർഭിണിയാണെന്ന വിവരം ആശാവർക്കർമാർ അറിയുന്നത് തന്നെ ഏറെ വൈകിയായിരുന്നു. പിന്നീട് ഇവർക്ക് വേണ്ട ചികിത്സയും നിർദ്ദേശവും എല്ലാം നൽകി എന്നുള്ളതാണ് ആശാവർക്കർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവരോട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണം എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഈ ശാന്തി പ്രസവിക്കുന്നത്. പക്ഷേ വീട്ടിൽ വെച്ച് ശാന്തി പ്രസവിക്കുന്നു. ഈ സമയത്ത് ഭർത്താവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശാന്തിയും ഭർത്താവും ചേർന്ന് ഈ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. അതിൽ ഭർത്താവ് പറയുന്നത് ശാന്തി തന്നെയാണ് ഈ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് ഭർത്താവ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ശാന്തി ഈ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റി. പക്ഷേ അമിതമായ രക്തസ്രാവം ഉണ്ടായി. അങ്ങനെയാണ് ഈ നവജാത ശിശു കുട്ടി അപ്പോൾ തന്നെ മരിക്കുന്നത്. പിന്നീട് ഈ ശാന്തിക്കും അമിതമായ രക്തസ്രാവം ഉണ്ടായി. ഇതിനിടെ ഈ ഭർത്താവ് ഇടപെട്ട ഈ ആശാവർക്കറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ അപ്പോഴേക്കും ശാന്തിയുടെ രക്തസ്രാവം വലിയ രീതിയിൽ മൂർച്ഛിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ആംബുലൻസ് എത്തിച്ച് ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒഡീഷ സ്വദേശികൾ പറയുന്നത് ഇങ്ങനെയാണ്. തിങ്കളാഴ്ച അവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. പക്ഷേ ഈ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാതിരുന്നതിനെ തുടർന്ന് ഡോക്ടറെ കാണാതെ മടങ്ങുകയായിരുന്നു. അല്ലാതെ തങ്ങൾ ആശുപത്രിയിലേക്ക് വരുന്നതിന് ബോധപൂർവ്വം മടി കാണിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സ്വയം ചികിത്സയെ തുടർന്ന് ഇപ്പോൾ ഒരു നവജാത ശിശുവിന്റെ ജീവൻ അങ്ങനെ നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒരു ഗുരുതരമായ ഒരു വെല്ലുവിളി കൂടി ചൂണ്ടിക്കാട്ടുന്ന സ്കെയിൻ, അതായത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യം സംബന്ധിച്ച് എത്രത്തോളം ആ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് എന്ന ചോദ്യചിഹ്നമാണ് ഈ സംഭവത്തെ തുടർന്ന് ഉയരുന്നത്. സ്കെയിൻ ബിപിൻ പറയുന്നു. SKN തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ കാര്യം എന്തായി എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ തീരുമാനമായിട്ടില്ല. വളരെ നിർണായകമായ ചില നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതൊക്കെ വിജയിച്ചാൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ആക്കും. വിജയിച്ചാലേ നമ്മളത് പുറത്ത് പറയത്തുമില്ല. ഓക്കെ, അങ്ങനൊരു കാര്യമാണ്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണം തിരുവള്ളൂരിൽ കിണറ്റിൽ വീണ പശുവിനെ കിണറടിച്ച് രക്ഷപ്പെടുത്തി. ഇന്ന് വൈകുന്നേരമാണ് തിരുവള്ളൂർ സ്വദേശി ബാബുവിൻ്റെ ഗർഭിണിയായ പശു കിണറ്റിൽ വീണുപോയത്. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് കിണറിന് സമീപത്തെ മണ്ണ് മാറ്റി പശുവിനെ രക്ഷപ്പെടുത്തി. ഷെവിദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്.
ഷവീദ്, പറയൂ വിശദാംശങ്ങൾ. എസ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം അണ്ടൂർ കോണം തിരുവള്ളൂർ എന്ന സ്ഥലത്ത് അപകടമുണ്ടാകുന്നത്. പശു ഗർഭിണിയായിരുന്നു. തിരുവള്ളൂർ സ്വദേശി ബാബുവിന്റെ ഗർഭിണിയായ പശുവാണ് കിണറ്റിൽ വീണത്. ഈ വിവരം അറിഞ്ഞുടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി ഈ പശുവിനെ കരക്കെത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇതിന്റെ ഭാഗത്തുള്ള അരികുവശത്തുള്ള മണ്ണ് കാരണം പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ആ ശ്രമം ഉപേക്ഷിക്കുന്നത്. തുടർന്ന് JCB എത്തിച്ചുകൊണ്ട് ഏതാണ്ട് 3.5 മണിക്കൂറിലധികം സമയമെടുത്താണ് ഈ കരയ്ക്കുള്ള മണ്ണടക്കമുള്ള കാര്യങ്ങൾ മാറ്റി പശുവിനെ പുറത്തേക്ക് എത്തിച്ചത്. സമാനമായ രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ 2 കാട്ടുപോത്തുകൾ കിണറ്റിൽ വീണ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ മലയോര മേഖലയിലടക്കം വലിയ ജാഗ്രത അതുമായി ബന്ധപ്പെട്ട് പുലർത്തി വരികയുമായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും പോത്തൻകോട്, അതൊരു നഗരമേഖല കൂടിയാണ്, പോത്തൻകോട് ഒരു ഗർഭിണിയായ പശു കിണറ്റിൽ വീഴുന്നത്. ഏതായാലും അതിനെ ഇപ്പോൾ രക്ഷിച്ച് കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. സ്കേൻ. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. കോഴിക്കോട് നാദാപുരത്ത് ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. ഓടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ് തടഞ്ഞു നിർത്തിയാണ് മർദ്ദിച്ചത്. ഡ്രൈവർ ഹരികൃഷ്ണൻ, കണ്ടക്ടർ സിജിൻ എന്നിവർക്ക് പരിക്കേറ്റു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, എന്തായിരുന്നു വണ്ടി തടഞ്ഞു നിർത്തിയൊക്കെ ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിക്കാൻ പ്രകോപനമായത്? SKN ഇന്ന് വൈകിട്ടോടുകൂടെയാണ് ഈ സംഭവം ഉണ്ടായത്. നാദാപുരത്ത് വെച്ചായിരുന്നു ഇത്തരം ഒരു അക്രമം. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തിയാണ് അതിലെ ജീവനക്കാരായ 2 പേർക്കെതിരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം അഴിച്ചുവിട്ടിരിക്കുന്നത്. കാറിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഈ ബസ്സിന് മുന്നിൽ വാഹനമെടുക്കുകയും അങ്ങനെ റോഡിന് കുറുകെ ഇട്ടുകൊണ്ട് ഈ ബസ് തടഞ്ഞു നിർത്തുകയും ചെയ്തു. തുടർന്ന് കണ്ടക്ടറായിട്ടുള്ള ഹരികൃഷ്ണനെയും അതുപോലെ തന്നെ ഡ്രൈവറായിട്ടുള്ള ഹരികൃഷ്ണനെയും കണ്ടക്ടറായിട്ടുള്ള സിജിനെയും ആക്രമിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ സിജിന് കാര്യമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിനാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 പേരും ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അശ്വിൻ എന്നുള്ള ബസ്സിലെ ഈ 2 ജീവനക്കാരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നാദാപുരം പോലീസിന് ഇവർ മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഈ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം പോലീസ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ നാദാപുരം SHO വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, എന്തായാലും നിർഭാഗ്യകരമാണ് ഇത്തരം സംഭവങ്ങൾ. ഇനി ശബരിമലയിലേക്ക്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് നിയന്ത്രണ വിധേയമാണ്. 8 മണിവരെ ഭക്തന്മാരുടെ എണ്ണം 60,000 കടന്നു. അതിനിടെ ദർശനം കഴിഞ്ഞ് മടങ്ങി തീർത്ഥാടകന് പാമ്പ് കടിയേറ്റു. തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ജഗനാണ് പാമ്പ് കടിയേറ്റത്. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്ത് നിന്ന്. അഭിനന്ദ്, ആദ്യം പാമ്പ് കടിയുടെ കാര്യം പറയൂ. SKN ശബരിമലയിൽ ദർശനത്തിനെത്തിയ തീർത്ഥാടകനായിട്ടുള്ള തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി ജഗനാണ് പാമ്പ് കടിയേറ്റത്. അദ്ദേഹം പമ്പയിൽ നിന്ന് ദർശനം കഴിഞ്ഞതിന് ശേഷം പമ്പ സ്വാമി അയ്യപ്പൻ റോഡിൽ നീലിമലയ്ക്ക് സമീപമാണ് കരിക്ക് വിൽപ്പന കടയിൻ്റെ അടുത്ത് നിന്ന് പാമ്പ് കടിയേൽക്കുന്നത്. ഇദ്ദേഹത്തിനെ പമ്പ ആശുപത്രിയിൽ എത്തിച്ചു. അതിനുശേഷം പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു തീർത്ഥാടന തിരക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുകയാണ്. ഇപ്പോൾ 62,236 ഭക്തജനങ്ങളാണ് ഇതുവരെ തീർത്ഥാടനം നടത്തിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗ് വഴിയെത്ത തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനമുണ്ട്. എല്ലാ ദിവസവും സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് കൂടുതൽ തീർത്ഥാടകരും ഇവിടെ എത്താറുള്ളത്. വെർച്വൽ ക്യൂ നിജപ്പെടുത്തിയത് 70,000 ആയിരുന്നു. ആ 70,000 ആളുകൾ കൃത്യമായി ഇവിടെ എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി പോലീസിന്റെ ഭാഗത്ത് ഇപ്പോഴുമുണ്ട്. ഒപ്പം തന്നെ വനംവകുപ്പിന് ഒരു നിർദ്ദേശം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പരമ്പരാഗത പാതയായിട്ടുള്ള പുൽമേട്, സത്രം വഴി, ഉരക്കുഴി വഴിയൊക്കെ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർ കൃത്യസമയം തന്നെ പാലിക്കണമെന്നുള്ള നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും മണ്ഡലകാലം അതിന്റെ 27 ദിവസത്തിലേക്ക് കടക്കുകയാണ്. തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ തുടരുന്നു. കൂടുതൽ ഭക്തർ ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. നാളെ അത് 27 ദിവസത്തിലേക്ക് കടക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് ശബരിമലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
പകൽ സമയം വാർത്താ ചാനലുകൾ കാണാതെ പോയ ആളുകൾക്ക് പകലുണ്ടായ വാർത്തകളിലേക്ക് ഒന്ന് കണ്ണ് വായിക്കാൻ ഒരു അവസരം. വാർത്താ പകൽ. രാജ്യസഭാധ്യക്ഷൻ ജഗദീപ് ധൻഖറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ മുന്നണി. ധൻഖർ ഒഴികെയുള്ള രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിമാർ രാഷ്ട്രീയം കളിച്ചിട്ടില്ലെന്ന് മല്ലികാർജുൻ ഖർഗെ. രാജ്യസഭയിൽ നിയമത്തേക്കാൾ രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകിയെന്നും നേതാക്കൾ. ധൻഖറിനെതിരായ പ്രതിപക്ഷ നീക്കത്തെ പ്രതിരോധിച്ച് BJP. കടുത്ത വിമർശനവുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ നീക്കം ചെയ്തതിന്റെ കണക്കുകൾ ആവശ്യപ്പെട്ടു. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. രാവിലെ 8:30 മുതൽ 12 മണിവരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ആലുവ സ്വദേശിയായ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം. സംഭവം നടന്നിട്ട് 17 വർഷമായെന്നും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ടെന്നും ഉത്തരവിൽ ഹൈക്കോടതി. ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസ് തന്നെ നയിക്കണമെന്ന് DMK. രാജ്യത്തുടനീളം വേരോട്ടമുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് തന്നെയാണ് മുന്നണിയെ നയിക്കേണ്ടതെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ 24നോട്. സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നതിന് എതിരെ സുപ്രീംകോടതി. വ്യക്തിപരമായ പകപോക്കലിന് നിയമം ഉപയോഗിക്കുന്നുവെന്ന് നിരീക്ഷണം. പ്രതികാരത്തിനായി നിയമം ഉപയോഗിക്കുന്നതിന് എതിരെ ജാഗ്രത വേണമെന്നും ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച്. കാബൂളിൽ ചാവേർ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികാര്യമന്ത്രി കൊല്ലപ്പെട്ടു. ഖലീലുർ റഹ്മാൻ ഹഖാനി കൊല്ലപ്പെട്ടത് മന്ത്രാലയത്തിനുള്ളിൽ നടന്ന സ്ഫോടനത്തിൽ. മരിച്ചത് തീവ്രവാദ സംഘടനയായ ഹഖാനി നെറ്റ്വർക്കിന്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഹഖാനിയുടെ സഹോദരൻ. KPCC നേതൃയോഗത്തിൽ വിവാദങ്ങളും പുനഃസംഘടനയും ചർച്ചയായില്ല. വൈദ്യുത നിരക്ക് വർധനയിൽ സമരം ഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. എല്ലാ ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ 18-ന് KSCB ഓഫീസുകളിലേക്ക് മാർച്ച് നടക്കും. സലീം മാലിക് വീണ്ടും ചേരുന്നു വിവരങ്ങളുമായി. പറയൂ സലീം. SKN കേരളത്തിലെ KPCCയിൽ നേതൃമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവമായി ചർച്ചയിലിരിക്കുകയാണ്. അത് പൊതുസമൂഹം ഉൾപ്പെടെ ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല കണ്ണൂരിലെ പ്രശ്നം കോൺഗ്രസിന് മുൻപിലുണ്ട്. അതിനിടയിലാണ് അല്പസമയം മുൻപ് കോൺഗ്രസ് KPCCയുടെ നേതൃയോഗം ഓൺലൈനായി ചേർന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വിവാദ വിഷയങ്ങളോ നേതൃമാറ്റമോ ഒന്നും ആ KPCC യോഗത്തിൽ ചർച്ചയായിട്ടില്ല. അതിന് പകരം ഈ സർക്കാരിനെതിരായ സമരം ഘടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും അടുത്ത ഒരു മാസത്തെ അജണ്ടയുമാണ് നേതൃയോഗത്തിൽ ചർച്ചയായത്. മാത്രമല്ല ഫുൾ അറ്റൻഡൻസ് KPCC നേതൃയോഗത്തിൽ ഉണ്ടായിരുന്നുമില്ല. എല്ലാവരുടെയും ഒരു പങ്കാളിത്തം, എല്ലാ KPCC ഭാരവാഹികളുടെയും പങ്കാളിത്തം ഉണ്ടായില്ല. എന്തായാലും ഇന്ന് ചർച്ചയായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട സമരം ഘടിപ്പിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. ഈ മാസം 16-ന് നേരത്തെ നടത്താൻ ഒരു ആലോചന ഉണ്ടായിരുന്ന സമരമാണ്. അത് 18-ലേക്ക് മാറ്റുന്നു. ഈ മാസം 18-ന് എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഒപ്പം തന്നെ മറ്റ് ചില സമരപരിപാടികൾ കൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അത് വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുക, അത് ദീർഘകാല കരാർ റദ്ദാക്കിയത് പരമാവധി ചർച്ചയാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം. മാത്രമല്ല വയനാട് ഫണ്ട് പിരിവ് കോൺഗ്രസിൻ്റേത് അത് നടന്നു വരികയായിരുന്നു. പക്ഷേ അതിന് ഇടയ്ക്ക് വെച്ച് വന്ന ഒരു കുറവ്, അത് സജീവമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള മറ്റൊരു തീരുമാനം. സജീവമായി തന്നെ ഫണ്ട് പിരിവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം മിഷൻ 25 എന്ന പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അടുത്ത വർഷം നടത്തുന്ന തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നുള്ളതാണ്. അതിനായി അടിത്തറ ഒരുക്കുക. മാത്രമല്ല ബൂത്ത് കമ്മിറ്റികൾ ഉൾപ്പെടെ ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബൂത്ത് കമ്മിറ്റികളുടെ പുനഃസംഘടന വേഗത്തിലാക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ചില പരിപാടികളും കോൺഗ്രസിന്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളും ഒക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായത്. SKN. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. 24ന്റെ ക്യാമ്പയിൻ തുടരുകയാണ്. ക്യാമ്പയിൻ ഒരു ഭാഗത്തോടെ തുടരുമ്പോൾ തട്ടിപ്പിൻ്റെ എണ്ണവും കൂടി വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ക്യാമ്പയിൻ തുടരാൻ തന്നെ തീരുമാനിച്ചു. തലവയ്ക്കല്ലേ തട്ടിപ്പാണ്. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ് അരങ്ങേറി. ഫോർട്ട് കൊച്ചി സ്വദേശിയെ പറ്റിച്ച്
1,54,00,000 രൂപ തട്ടിയെടുത്തു. ഫോർട്ട് കൊച്ചിയിലെ MA അക്ഷറഫിനാണ് പണം പോയത്. സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2024 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് JP മോർഗൻ എന്ന വെബ്സൈറ്റ് വഴി ട്രേഡിംഗ് നടത്തി ഉയർന്ന ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകി ഫോർട്ട് കൊച്ചി സ്വദേശി അഷ്റഫിനെ തട്ടിപ്പിനിരയാക്കിയത്. വാഗ്ദാനം ചെയ്ത തുക പോലും ലഭിക്കാതായതോടെ പരാതിക്കാരൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പല തവണയായാണ് അഷ്റഫിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുത്തത്. തുടർന്ന് ഇൻഫോ പാർക്ക് പോലീസ് ലഭിച്ച പരാതിയിൽ കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിതയും ഇൻഫർമേഷൻ ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം കൈമാറിയ അക്കൗണ്ടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും കേരളത്തിന് വെളിയിൽ നിന്നാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. S. ശ്യാംകുമാർ, 24, കൊച്ചി. മറ്റൊരു വലിയ തട്ടിപ്പിന്റെ കഥ കൂടി ഇന്ന് അനാവരണം ചെയ്യപ്പെട്ടു. കൊറിയർ ഫ്രാഞ്ചൈസിയുടെ പേരിൽ വൻ തട്ടിപ്പ്. സംസ്ഥാന വ്യാപകമായി തട്ടിപ്പിനിരയായത് 100-ലധികം മനുഷ്യർ. ഈസ്വി കൊറിയർ എന്ന സ്ഥാപനമാണ് ഫ്രാഞ്ചൈസി നൽകാമെന്ന പേരിൽ വലിയൊരു തട്ടിപ്പ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. 16 കോടി രൂപയിലധികം സംസ്ഥാന വ്യാപകമായി ഇവർ തട്ടിയെടുത്തുവെന്നാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. 24 ബിഗ് ബ്രേക്കിംഗ്. അതായത് 1 ലക്ഷം രൂപ കൊടുത്താൽ ഏരിയ ഫ്രാഞ്ചൈസി, അതായത് ഒരു പിൻകോഡിലും 5 ലക്ഷം രൂപ കൊടുത്താൽ ഒരു ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി, അതായത് 10 പിൻകോഡ് വരെ കൊടുത്താൽ ഏരിയ ഫ്രാഞ്ചൈസിക്ക് ഒരു മാസം 3 ലക്ഷവും ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിക്ക് 25 ലക്ഷം വരെ വരുമാനം ഉണ്ട് എന്ന് ഓഫർ ചെയ്തിട്ടാണ് ഇവർ ഈ പരസ്യം കൊടുക്കുന്നത്. അങ്ങനെ നെറ്റിൽ നോക്കിയപ്പോഴാണ് ഇവർക്ക് ഇത്രയും വലിയ കമ്പനിക്ക് ഒരു GST രജിസ്ട്രേഷൻ ഇല്ല എന്നും ഈ ആസാം, ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ കുറേ പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളുടെ മുന്നിൽ ബോർഡ് വെച്ചിട്ട് ആ ഫോട്ടോകളാണ് ഇവർ ഫ്രാഞ്ചൈസിയെ കാണിക്കുന്നത്. അതിൽ ഒരു നമ്പർ പോലും ഇല്ല. ഇത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വഴിയാണ് ഒരുപാട് ആളുകൾ ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ഈ ലിങ്ക് ത്രൂ ഇവർ ഫോൺ നമ്പർ എടുത്ത് പല ആളുകളെയും വിളിച്ച് ഇതിലേക്ക് കൺവിൻസ് ചെയ്തതാണ്, ഇതിലേക്ക് ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ആസാം, നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഹെഡായിട്ടുള്ള ആളുകൾ. ഈ കേരളത്തിൽ ഇപ്പോൾ മലയാളികളായിട്ടുള്ള കുറേ സ്റ്റാഫുകളെ വെച്ചിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് ഇവർ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുന്നു. ശ്യാം, വലിയൊരു തട്ടിപ്പാണല്ലോ ഫ്രാഞ്ചൈസിയുടെ പേരിൽ അരങ്ങേറിയിരിക്കുന്നത്. എപ്പോഴാണിത് പോലീസിന് മനസ്സിലായത്? SKN, ഒരുപക്ഷെ പോലീസ് കുറച്ചുകൂടി ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. കാരണം നമ്മളോട് ഈ വാർത്തയിൽ ആദ്യം സംസാരിച്ച അഭിഭാഷകനായ ശ്രീകാന്ത് അവിടെ ഫ്രാഞ്ചൈസി എടുക്കാൻ ചെല്ലുകയും തട്ടിപ്പ് മനസ്സിലായി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് പോലീസ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളെ വിളിച്ചു വരുത്തി അവരുടെ രേഖകൾ ശേഖരിച്ച് വെക്കുക മാത്രമാണ് ചെയ്തത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ 100-ലധികം പേരുടെ പണം അവരുടെ കയ്യിലിരുന്നേനെ. പിന്നീടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അസം സ്വദേശി ബിറ്റി ഘോഷ്, അയാളുടെ മാനേജർ, പത്തനംതിട്ട സ്വദേശിയായ മറ്റൊരാൾ എന്നിവർ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഏതായാലും സ്ഥാപനം ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയുടെ പേര് റോണി എന്നാണ്. ഏതായാലും സ്ഥാപനം പൂട്ടുകയും അതിപ്പോൾ പോലീസ് സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 14 ജില്ലകളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഫ്രാഞ്ചൈസികൾ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായി തന്നെ 16 കോടിക്ക് മേൽ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്നു. ഈ സ്ഥാപനത്തിനെതിരെ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ പാലാരിവട്ടത്ത് പ്രിയ ഗ്യാസ് എന്ന പേരിൽ ഗ്യാസിൻ്റെ ഏജൻസി നൽകാമെന്ന് പറഞ്ഞ മറ്റൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിനും 14 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം തന്നെയാണ് സമാനമായ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. മുഖ്യപ്രതി ഇപ്പോൾ അസമിലേക്ക് തട്ടിപ്പ് നടത്തിയ പണവുമായി മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ തട്ടിപ്പ്, കേരളത്തിൽ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ വലിയൊരു തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് മുങ്ങിയിരിക്കുന്നത്. ഇതുവരെ 60 പരാതികളാണ് മുളന്തുരുത്തി സ്റ്റേഷനിൽ മാത്രം എത്തിയിരിക്കുന്നത്. പാലാരിവട്ടത്ത് മറ്റൊരു 14 പരാതികൾ കൂടി എത്തിയിട്ടുണ്ട്. ഏതായാലും തട്ടിപ്പുകാരനെ പിടികൂടണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. കേരളം ഈയിടെ കണ്ട ആടുമാഞ്ചിയം തേക്ക് തട്ടിപ്പുകളുടെ മാർഗത്തിൽ മറ്റൊരു വലിയ തട്ടിപ്പാണ് കൊറിയർ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തിപ്പോൾ നടന്നിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ. ജനാർദ്ദൻ നായർ പറയുന്നു, തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്തൊരു ദിവസം ഉണ്ടാകുമോ? വലിയ പാടാട്ടോ കേരളം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും. കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ചത് ബെൻസ് കാർ എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അപകടമുണ്ടാക്കി ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ല. ഇടിച്ചത് ഡിഫൻഡർ കാറാണെന്ന് വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും വാർത്തയുണ്ട്. ബെൻസ് കാർ ഓടിച്ച സാബിത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അപകടത്തിൽ മരിച്ച ആൽവിൻ്റെ മൃതദേഹം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ ഇന്ന് സംസ്കരിച്ചു. 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഇന്നലെ രാവിലെയായിരുന്നു അപകടം. സ്ഥാപന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവർ ഓടിച്ചിരുന്ന 2 വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോയാണ് ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നത്. ഇതിനിടെ സാബിത്ത് ഓടിച്ചിരുന്ന ബെൻസ് കാർ നിയന്ത്രണം വിട്ട്
ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത സാബിത്തിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. 2 വണ്ടിയുടെ ഡ്രൈവർമാരും ഈ അപകടത്തിൽപ്പെട്ട മരണപ്പെട്ട ആൽവിനും ഒന്നിച്ചാണ് വന്നത്. റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വണ്ടികൾ നേരെ വന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾക്ക് ആ സമയത്ത് റോഡിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ വന്നിട്ടാണ് ഈ അപകടം ഉണ്ടായത്. ഡിഫൻഡർ ഇടിച്ച് അപകടം സംഭവിച്ചു എന്നായിരുന്നു വാഹനമോടിച്ചവർ ആദ്യം നൽകിയ മൊഴി. എന്നാൽ ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇടിച്ച വാഹനം ബെൻസ് എന്ന് കണ്ടെത്തി. ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏത് വാഹനം ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്നതിനെ കുറിച്ചൊരു സംശയം ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് ആൽവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പിന്നാലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. അശ്രദ്ധമായ ഡ്രൈവിംഗിന് 2 വാഹനങ്ങളിലെയും ഡ്രൈവേഴ്സിനെതിരെ കടുത്ത നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇരുവരുടെയും ലൈസൻസ് റദ്ദാക്കാനാണ് നീക്കം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പുനരധിവാസ സഹായം വൈകുന്നതിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി ഡോക്ടർ ശശി തരൂർ എം പി. വയനാടിന് സഹായം നൽകാൻ എന്തിനു മടിക്കുന്നെന്നും ഇടക്കാല സഹായം പോലും അനുവദിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ലോക്സഭയിൽ ഡോക്ടർ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ സഹായം അനുവദിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹത്തിൻ്റെ വിമർശനം. That the Inter-Ministerial Central Team, IMCT, had visited Wayanad from the 8th to 10th of August, and the central government would take action based on its request. August, sir. They're supposed to take action within 1 month according to the existing act. To this date, no action has been taken, and no additional funds have been arranged for Wayanad, sir. How can we accept this? Now, this bill, Mr. Chairman, is an excellent case of minimum decentralization, maximum declamation, at which, of course, this government excels. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് ഡോക്ടർ തരൂർ ഉരുൾപൊട്ടൽ ദുരന്തം ഉന്നയിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ ചേരുമെന്ന് സംസ്ഥാന സർക്കാർ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഉടൻ രേഖാമൂലം മറുപടി കൊടുക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. പുനരധിവാസത്തിൽ സർക്കാർ അലംഭാവം ആരോപിച്ച് മേപ്പാടിയിൽ യൂത്ത് ലീഗിൻ്റെ രാപ്പകൽ സമരം തുടങ്ങി. നാളെ SP ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ചും ഉണ്ടാകും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 100 വീടുകൾ നൽകുമെന്ന കർണാടക സർക്കാരിന്റെ കത്തിന് കേരളം മറുപടി നൽകിയില്ലെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിനുള്ള മറുപടി ഉടൻ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കർണാടകയുടെ പിന്തുണ സ്നേഹപൂർവ്വം ആവശ്യപ്പെടും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കത്ത് ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ കത്തിന് കാരണങ്ങൾ കാണിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള മറുപടി തന്നെ നൽകും. ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രിക്കുള്ള മറുപടി ഏറ്റവും അടുത്ത ദിവസം തന്നെ സ്നേഹപൂർവ്വം അക്കാര്യത്തിൽ നൽകും. അവരുടെ എല്ലാ പിന്തുണയും ആവശ്യപ്പെടുകയും ചെയ്യും. ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയ എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളാണ് ഇപ്പോഴത്തെ താമസത്തിന് കാരണം. ആരുമായും സംസാരിക്കാനുള്ള വാതിൽ സർക്കാർ കൊട്ടിയടച്ചിട്ടില്ല. സാങ്കേതിക കാരണങ്ങൾ മുന്നോട്ട് വെച്ച് തർക്കിക്കുന്നത് അതിജീവനത്തിന് ഗുണകരമാകില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ദുരന്തബാധിതരെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് ലീഗ് മേപ്പാടിയിൽ രാപ്പകൽ സമരം തുടങ്ങി. സർക്കാരിന്റെ പുനരധിവാസത്തിന് മുസ്ലിം ലീഗ് കാത്തുനിൽക്കുന്നില്ലെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ഞങ്ങൾ തീരുമാനിച്ചത്, മുസ്ലിം ലീഗ് തീരുമാനിച്ചത്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർദ്ദേശം നൽകിയത് ഇനി സർക്കാരിനെ കാത്തു നിൽക്കേണ്ടതില്ല, സ്വന്തം നിലക്ക് നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നാളെ SP ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 24 വയനാട്. സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നാളെ പരിഗണിക്കുകയാണ്. വീണ്ടും ഇന്ത്യൻ സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ഈ കേസ് പരിഗണനയിൽ വരിക. ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമും കുടുംബവും നിയമസഹായ സമിതിയും. കഴിഞ്ഞ 2 തവണ മാറ്റിവെച്ച അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ ക്രിമിനൽ കോടതി നാളെ വീണ്ടും പരിഗണിക്കുകയാണ്. നാളെ ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നാളെ ഉച്ചയ്ക്ക് സൗദി സമയം 12:30 കേസ് പരിഗണിക്കുന്നത്. അബ്ദുറഹീമും അഭിഭാഷകനും കോടതിയിൽ ഹാജരാകുമെന്നാണ് കരുതുന്നത്.
ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയെങ്കിലും ജയിൽ മോചനം വൈകുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങളും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതുമൊക്കെയാണ് ഇതിന് കാരണമെന്നാണ് സൂചന. 2006 അവസാനമാണ് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം സൗദിയിലെ ജയിലിലാകുന്നത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ 2 കോടതി വധശിക്ഷ റദ്ദാക്കി. ഇനി ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ജയിൽ മോചന ഉത്തരവ് നാളെ ഉണ്ടായാൽ ഗവർണറേറ്റിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് അബ്ദുറഹീം നാട്ടിലേക്ക് മടങ്ങും. ജലീൽ കണമംഗലം, 24 ജിദ്ദ. മറ്റൊരു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിലെ ആന എഴുന്നള്ളത്തിൽ കോടതി അലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. ദേവസ്വം ഓഫീസർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. ആന എഴുന്നള്ളത്തിൽ ദേവസ്വം ഓഫീസർ സമർപ്പിച്ച സത്യവാങ്മൂലം തള്ളിയാണ് ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടിക്ക് തുടക്കമിട്ടത്. ദേവസ്വം ഓഫീസറെ കടുത്ത ഭാഷയിൽ വിമർശിച്ച കോടതി അടിമുടി ചട്ടലംഘനമാണ് നടന്നതെന്നും ചൂണ്ടിക്കാട്ടി. ദേവസ്വം ഓഫീസർക്ക് സാമാന്യ ബുദ്ധിയുണ്ടോ എന്നും മഴയും ആൾക്കൂട്ടവും മൂലമാണ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്നും കോടതി തുറന്നടിച്ചു. ദേവസ്വം ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ വന്നാൽ എന്തു ചെയ്യുമെന്നും കോടതി ആരാഞ്ഞു. ദുരന്തമുണ്ടായാൽ ആരാണ് ഉത്തരവാദിയെന്ന് ചോദിച്ച കോടതി സംസ്ഥാനത്ത് നിയമവാഴ്ചയില്ലേ എന്നും വിമർശനം ഉന്നയിച്ചു. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പ് നടത്തിയതിൽ ദേവസ്വം ഓഫീസർക്ക് മതിയായ വിശദീകരണം നൽകാനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം കാര്യങ്ങളോട് വിട്ടുവീഴ്ചയില്ലെന്നും ദേവസ്വം ഓഫീസർ പുതിയ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ഇനി വാർത്തകളിൽ നിറയാത്തവർ. ഇടുക്കി ഈട്ടിത്തോപ്പിൽ റോട്ടറി ക്ലബ്ബ് സഹായധനം നൽകുമെന്ന് ഉറപ്പ് വിശ്വസിച്ച് വീട് പണിത ദമ്പതികൾ ഇപ്പോൾ കടക്കണിയിൽ. വീട് നിർമ്മാണം പൂർത്തിയാക്കിയാൽ 3 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിൻ്റെ ഉറപ്പ്. എന്നാൽ 11 മാസം കഴിഞ്ഞിട്ടും 1 രൂപ പോലും നൽകാത്തതോടെ കടം വാങ്ങിയവരിൽ നിന്ന് ഒഴിച്ചു ജീവിക്കേണ്ട അവസ്ഥയിലായി ഈ ദമ്പതികൾ. ഏതു നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ കഴിഞ്ഞിരുന്ന അനീഷ് റിൻസി ദമ്പതികൾക്ക് അടച്ചുറപ്പുള്ള വീടെന്നത് സ്വപ്നമായിരുന്നു. സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതികളിൽ ഇടം പിടിക്കാതെ വന്നതോടെയാണ് പഞ്ചായത്ത് മെമ്പർ വഴി റോട്ടറി ക്ലബിനെ സമീപിക്കുന്നത്. അപേക്ഷ നൽകിയതിന് പിന്നാലെ വീടുപണി പൂർത്തിയായാൽ 3 ലക്ഷം രൂപ നൽകുമെന്ന് റോട്ടറി ക്ലബ്ബ് ഉറപ്പു നൽകി. ഇത് വിശ്വസിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പണി തുടങ്ങി. പലരിൽ നിന്നായി കടം വാങ്ങിയും നാട്ടുകാരുടെ സഹായത്തോടെയുമാണ് പണി തീർത്തത്. വാഗ്ദാനം ചെയ്ത തുകയ്ക്കായി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളെ സമീപിക്കുമ്പോൾ കൈമലർത്തുകയാണിപ്പോൾ. കൂലിപ്പണി ഞങ്ങൾ രണ്ടുപേരും പോകുന്നു. ഞങ്ങൾക്ക് പിള്ളേരുടെ കാര്യം പോലും നോക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഇപ്പോൾ രണ്ടുപേർക്കും കൂലിപ്പണിക്ക് പോയി എത്ര രൂപയല്ലേ കിട്ടത്തുള്ളൂ? അത് മൊത്തം പലിശ കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് പിള്ളേർ ഫീസ് പോലും കൊടുക്കാൻ നിർവാഹമില്ല. ഇപ്പം 3-4 മാസമായിട്ട് പിള്ളേർ ഫീസ് കൊടുക്കുന്നില്ല. വീട്ടിലാണെങ്കിൽ സാധനം പോലും സത്യം പറഞ്ഞാൽ ഇല്ല. വീടിന്റെ ആധാരം പണയം വെച്ചും വിവിധ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നുമായി എടുത്ത തുകകൾ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. റിൻസിയും അനീഷും കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുക പലിശ കൊടുക്കാൻ പോലും തികയുന്നില്ല. അതേസമയം അപേക്ഷ സമർപ്പിച്ചതിലെ സാങ്കേതിക തകരാറാണെന്നും ഈ വർഷം ഇവർക്ക് തുക അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറയുന്നത്. 24 ഇടുക്കി. ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട വാർത്തകൾ, അറിയിപ്പുകൾ. കേരളം നാളെ. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടായിരിക്കും. ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കും. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക്. വയനാട് സുരക്ഷിതമാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നതിന് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കോൺക്ലേവ് നാളെയാണ്. ടൂറിസം അടക്കമുള്ള വികസന സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം.വി. ശ്രേയാംസ് കുമാറിനെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കും. സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് നാളെ കോടതി പരിഗണിക്കും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് നാളെ 3 മണിയോടെയാണ് ഈ കേസ് പരിഗണിക്കുക. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ കുടുംബങ്ങൾക്കായി തയ്യാറാക്കിയ മൈക്രോ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മൈക്രോ പ്ലാൻ പ്രവർത്തന ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിക്കും. ഇനി ബാലകൃഷ്ണൻ.
പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തുടങ്ങിയതാണ് പഴിച്ചാരലും പരാതികളും. സാധാരണ തോറ്റ പാർട്ടിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവുക സ്വാഭാവികം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടും കോൺഗ്രസിലെ പരാതികൾ തീരുന്നില്ല. ചാണ്ടി ഉമ്മൻ്റെ പരിഭവത്തിന് പിന്നിൽ എന്താവും? എം അഫ്സലിൻ്റെ വാൽകഷ്ണം. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, റിസൾട്ടും വന്നു, സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. പക്ഷെ ചിലരിപ്പോഴും പാലക്കാട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ്സുകാർ കസേര കൊടുത്തു. അപ്പോൾ അതാ പാലക്കാട്ടേക്ക് വേണ്ട വിധത്തിൽ ക്ഷണിച്ചില്ല, ചുമതലയൊന്നും കൊടുത്തില്ല എന്നും പറഞ്ഞ് ചാണ്ടി ഉമ്മൻ. എനിക്കൊരു വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, അതൊരു ഫാക്റ്റല്ലേ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. ഞാൻ ആ ഒരു കാര്യം കൊണ്ടാണ് എല്ലായിടത്തും പോകണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തത്. ചിലക്കരയിലും അത് ആപ്ലിക്കബിളാ. അപ്പൊ ഒരു വിഷമം പറഞ്ഞ സ്ഥിതിക്ക് കമന്റുകൾ പോരട്ടെ. നോ കമന്റ്സ്, നോ കമന്റ്സ്. കമന്റ് വന്നിട്ടും കാര്യമൊന്നുമില്ല. പാലക്കാട്ട് അന്നത്തെ സീനില് സന്ദീപ് വാര്യരെയും കൂടെ കുത്തിക്കൊള്ളിച്ചപ്പോഴുള്ള അവസ്ഥ ഒന്ന് കണ്ടുനോക്കി. അതിനിടയിൽ ചാണ്ടി ഉമ്മനെയും കൂടെ നിർത്തിയെന്നെങ്കിൽ എവിടെ കൊള്ളിക്കും. ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ. അപ്പൊ മാറ്റല് കരുതിക്കൂട്ടുള്ള മാറ്റലാണ് എന്ന്. അപ്പൊ കമന്റ് നിർബന്ധമായിട്ടും വേണം. എന്ത് വിമർശനമാണ് ഒരു കാര്യമില്ലാന്നാണെങ്കിൽ നിങ്ങൾ ചില്ലറക്കാരനല്ലാന്നൊന്ന് കാണിച്ചു കൊടുക്കും. ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. നല്ല വില കൊടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് കമന്റ് പോന്നോട്ടെ. അത് KPCC പ്രസിഡന്റും AICC നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. കേട്ടില്ലേ? അവിടുത്തെ ജയത്തിൽ മാത്രമേ മൂപ്പർക്ക് ഉത്തരവാദിത്തമുള്ളൂ. ജയിക്കാൻ വേണ്ടി ആളെ കൂട്ടാത്ത പരാതിക്കൊക്കെ KPCC മറുപടി പറയുന്നു. അതിനകത്ത് APCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിന്റെ മറുപടിയല്ല. അപ്പൊ എന്നാ ഇതിന്റെ മറുപടി പോരട്ടെ. അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. അപ്പൊ KPCC മറുപടി പറയട്ടെ എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പത് പറയണു എല്ലാവരും പറയണതിന് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ലാന്ന്. അപ്പൊ ഈ KPCC പറയണ മറുപടി അത്ര കാര്യമില്ലാത്ത കാര്യത്തിനാണെന്നാണോ മനസ്സിലാക്കണ്ടേ? ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് പോണ്ടേ? രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ശരി. ഇത് രണ്ടിലും ഇല്ലാത്തവരഭിപ്രായം എന്താ? ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അന്വേഷിക്കണ്ടേ? അദ്ദേഹത്തിന് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാം. അപ്പൊ ഈ വിഷയത്തില് ചാണ്ടി ഉമ്മന് അനുകൂലമായിട്ട് കമന്റ് പറയുന്നവരും ഉണ്ട്. നോ കമന്റ്സ്, നോ കമന്റ്സ്. അല്ല, ഇതിപ്പോ ചാണ്ടി ഉമ്മന് മാത്രം ചുമതല കൊടുത്തില്ല എന്നാണോ അതോ ബാക്കിയുള്ള എല്ലാവർക്കും അന്ന് കൊടുത്തിരുന്നോ? എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പാലക്കാട്ട് ആരെങ്കിലും ഒന്ന് വന്ന് വിശദീകരിക്കണാക്കാൻ നല്ലത്. മുതിർന്ന നേതാക്കന്മാർക്കാണ് ചുമതല. അദ്ദേഹം MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്, പ്രചരണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേക ചുമതല അദ്ദേഹത്തിന് നൽകിയതായിട്ട് അറിയില്ല. അപ്പൊ പ്രത്യേക ഒരു ചുമതലയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല ചെന്നിത്തല സാറ്. എല്ലാ MLA-മാർക്കും ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതായത് MLA എന്നുള്ള നിലക്ക് മൂപ്പരൊന്ന് വന്നു പോയിന്ന്. അപ്പൊ ചെന്നിത്തല പറഞ്ഞതുപോലെയല്ല ശ്രീകണ്ഠൻ പറയണത്. ശ്രീകണ്ഠൻ പറഞ്ഞത് വേറെ ഒന്ന്. എന്താണ് അങ്ങനെ പറഞ്ഞത് അറിയില്ല. അല്ല, ഇതിപ്പോ എന്താ ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിനിറങ്ങാൻ കാരണം? അല്ല, അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. നമ്മളൊക്കെ അങ്ങനെ വന്നവരല്ലേ. അപ്പൊ ഈ വഴി കൂടെ തന്നെയാണോ എല്ലാരും വരുന്നത്? എന്റെ മിഷൻ വേറെ. ആ മിഷന് എങ്ങനെയാണ്? ആർക്കെങ്കിലും അത് എവിടെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ലീഡർ K. കരുണാകരന്റെയും അതുപോലെ തന്നെ എന്റെ പിതാവിനോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചവർ അവർ പലരും തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരികയും അതിലൊന്ന് അവരെല്ലാം ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? അല്ല, എന്താ പ്രശ്നം? എന്താ? മൂപ്പരിതൊന്നും അറിഞ്ഞിട്ടില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ഈ KPCC പ്രസിഡന്റിനെ മാറ്റണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, അതെന്താ അങ്ങനെ? മാറ്റണ്ടെങ്കിൽ മാറ്റണ്ട, പക്ഷെ ഒരു ചർച്ച പോലും വേണ്ടെന്ന് പറയാന് മൂപ്പരങ്ങൾക്ക് അത്രക്ക് അങ്ങോട്ട് ബോധിച്ചോ? അദ്ദേഹം പ്രസിഡന്റായ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പൊ സുധാകരേട്ടനെ മാറ്റാൻ വേണ്ടിയിട്ട് ആരും വെള്ളം കാച്ചണ്ടെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായത്. അല്ല, അപ്പൊ നിങ്ങളെ പാലക്കാട്ടെ പരാതിയിലേ വേണ്ട മറുപടിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാണല്ലോ സതീശേട്ടൻ പറഞ്ഞത്. ഈ മറുപടി കിട്ടിയില്ലെങ്കിൽ എന്താ പരിപാടി? തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഞാൻ KPCCയുടെയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെയൊക്കെ വേണ്ടി വന്നാൽ ശ്രദ്ധപ്പെടുത്തും. ശ്രദ്ധ തിരിച്ചിട്ടും ശ്രദ്ധ കൊടുക്കാത്തവരുടെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ചാണ്ടി ഉമ്മനെ വരും ദിവസങ്ങളിൽ കാണുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു.
ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി നേരുന്നു.